അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഓക്കെ, എന്താണ് ഒരു പാർട്ണർഷിപ്പ്? പാർട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ എന്താണ്? സെക്ഷൻ 4-ലാണ്. സെക്ഷൻ 4 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932-ലാണ് പാർട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് പാർട്ണർഷിപ്പ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. അതായത് എന്താണ് സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. അതായത് പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? A partnership formed for a specific time period or to achieve a specified object. അതായത് ഒരു ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പാർട്ണർഷിപ്പ്, ഏത് പാർട്ണർഷിപ്പ്? പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് വേണ്ടിയിട്ടോ. ഇപ്പോ ഒരു 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 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനം ഉണ്ട്, ആ ഒരു സാധനം സെയിൽ ചെയ്ത് കഴിയുന്നത് വരെ ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ അതെന്താണ്? അതൊരു പെർട്ടിക്കുലർ പാർട്ണർഷിപ്പിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നതാണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. എന്താണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ? പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അതായത് ഇൻഡെഫിനിറ്റ് പീരീഡ്, അതിന്റെ നോർമലി എന്താണ്, ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തുണ്ടാവും? അതിന്റെ ടൈം പീരീഡ് ഉണ്ടാവും, അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാവും, പാർട്ടീസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? പാർട്ണർഷിപ്പ് അറ്റ് വിൽ മീൻസ് പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അതായത് ഇതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കില്ല? ഡെഫിനിറ്റ് ആയിരിക്കില്ല. അതായത് ഇവരൊരിക്കലും പ്രീഫിക്സ് ചെയ്തതായിരിക്കില്ല ഇതിന്റെ ടൈം പീരീഡ്. ഓക്കെ, ദ ടൈം പീരീഡ് ഓർ ദി പർപ്പസ് ഓഫ് ദി ഫേം ഈസ് നോട്ട് മെൻഷൻഡ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. അതായത് ഇതിന്റെ ടൈം പീരീഡോ അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റീവോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇതിന്റെ പർപ്പസോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇതിന്റെ ഫോർമേഷന്റെ ടൈമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത്തരം ടൈപ്പ് ഓഫ് പാർട്ണർഷിപ്പിനെ പറയുന്നതാണ് എന്ത്? പാർട്ണർഷിപ്പ് അറ്റ് വില്ല്. ഇനി നെക്സ്റ്റ് ആണ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ്. ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണ്? പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 9-ലാണ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒരു പാർട്ണർ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യാൻ ലയബിൾ ആണ്? ഒരു ഫേം, അതായത് പാർട്ണർഷിപ്പിന് എന്താ പറയണ്ടേ, പാർട്ണർഷിപ്പിന് ഒരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും ആരെടുത്തിട്ടുണ്ടാവണം? ഒരു പാർട്ണർ എടുത്തിട്ടുണ്ടാവണം. അതായത് ആ ഒരു ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്യണം? ആ പാർട്ണർഷിപ്പിലെ ഒരു പാർട്ണർ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ ആണ് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. അതായത് പാർട്ണേഴ്സ് തമ്മിൽ എന്തുണ്ടാവണം? പാർട്ണേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു എന്താ പറയണ്ട, ഒരു വിശ്വാസം അല്ലെ, ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു വിശ്വാസം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തായിരിക്കണം? ജസ്റ്റിസ് ആയിരിക്കണം. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താ പറയണ്ടേ, നീതി പുലർത്തിക്കൊണ്ട് അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാ, അല്ലെങ്കിൽ ഒരേ ഇതിലുള്ള പാർട്ട്നേഴ്സ്. അപ്പൊ അവരെന്ത് ചെയ്യണം? നല്ല രീതിക്ക് തന്നെ മുന്നോട്ടേക്ക് വേണം. നെക്സ്റ്റ് ആണ് ടു റെൻഡർ ട്രൂ അക്കൗണ്ട്സ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ ഓഫ് ഓൾ തിങ്സ് അഫക്റ്റിംഗ് ദി ഫേം ഓർ ടു എനി പാർട്ട്ണർ. അതായത് ഫേമിനെയോ, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെയോ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടോ, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ? ട്രൂ, അതായത് സത്യമായ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാ? സത്യമായ കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. എവരി പാർട്ണർ ഷാൽ ഇൻഡെംനിഫൈ ദ ഫേം ഫോർ എനി ലോസ് കോസ്ഡ് ടു ഇറ്റ് ബൈ ഹിസ് ഫ്രോഡ് ഇൻ ദി കണ്ടക്ട് ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഫേം. അതായത് എന്താ പറയുന്നത്? എല്ലാ പാർട്ട്നേഴ്സിന്റെ ഫ്രോഡ് കൊണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ എന്തെങ്കിലും കണ്ടക്ട് കൊണ്ട് ആ ഒരു ഫേമിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായി. അപ്പൊ എന്താണ്? അപ്പൊ ഈ ആര് ലയബിൾ ആവും? അപ്പൊ ഈ പറഞ്ഞ പാർട്ട്ണർ, അല്ലെങ്കിൽ ആരുടെ ഒരു ഫോൾട്ട് കൊണ്ടാണോ ഫേമിന് ലോസ് സംഭവിച്ചത്, ആ ഒരു പാർട്ട്ണർ എന്താണ്? ആ ഒരു പാർട്ട്ണർ ഫേമിന് ഇൻഡംനിഫൈ ചെയ്തു കൊടുക്കാൻ ലയബിൾ ആണ്. ഓക്കെ, അതായത് പാർട്ട്ണർ വഴി എന്തെങ്കിലും ലോസ് ഫേമിന് ആ ഒരു പർട്ടിക്കുലർ പാർട്ട്ണർ
വഴി എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ണർ ലയബിൾ ആയിരിക്കും അത് ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നതാണ് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, സെക്ഷൻ 13ലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഉള്ളത്. ഓക്കെ, സെക്ഷൻ 13. It is not entitled to receive any remuneration for taking part in the conduct of the business. അതായത് നോർമലി പാർട്ട്നേഴ്സിന് എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് കിട്ടണ്ടേ? എന്താ കിട്ടണ്ടേ? സാലറി കിട്ടുമോ? ഇല്ല. എന്തെങ്കിലും ടൈപ്പ് ഓഫ് റെമ്യൂണറേഷൻ കിട്ടുമോ? ഇല്ല. എന്ത് മാത്രമേ കിട്ടുള്ളൂ? എന്തിനു മാത്രമേ ആ ഒരു പാർട്ട്ണർ എൻടൈറ്റിൽ ആയിട്ടുണ്ടാവുള്ളൂ? പ്രോഫിറ്റിന് മാത്രമായിരിക്കും അല്ലെ? പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് അല്ലേ പാർട്ട്ണർഷിപ്പ് നിന്ന് കിട്ടുക. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? എനി ടൈപ്പ് ഓഫ് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യാൻ പാടില്ല. അതായത് ബിസിനസ്, ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൺ ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ആ ഒരു പാർട്ണർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവാൻ പാടില്ല? എനി അതർ റെമ്യൂണറേഷൻസ് ഒരിക്കലും ഒരു പാർട്ണർ സ്വീകരിച്ചിട്ടുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എൻടൈറ്റിൽഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അതായത് ഇതിന്റെ പ്രോഫിറ്റ്, അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് ആര് എൻടൈറ്റിലാണ്? ആർക്ക് അവകാശമുണ്ട്? പാർട്ട്നേഴ്സിന് അവകാശമുണ്ട് അല്ലെ? നെക്സ്റ്റ് ആണ് എന്ത്? കോൺട്രിബ്യൂട്ട് ലോസസ് ഈക്വലി. ഓക്കെ, ഇതെന്താണ്? ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ എപ്പോഴും പ്രോഫിറ്റ് മാത്രമാണോ ഉണ്ടാവുക? എപ്പോഴും പ്രോഫിറ്റ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, എന്തും സംഭവിക്കാം, ലോസും സംഭവിക്കാം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ഷെയർ ചെയ്തതുപോലെ തന്നെ ലോസും ഷെയർ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു 2024 ഇവർക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, പ്രോഫിറ്റ് കിട്ടി. അത് എയും ബിയും സിയും കൂടെ എന്ത് ചെയ്തെടുത്തു? ഡിവൈഡ് ചെയ്തെടുത്തു. നെക്സ്റ്റ് 2025 ഇവർക്ക് ഒരു ലോസ് ആണ് വരുന്നത്. അപ്പൊ എന്താ എക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, എനിക്കിത് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ബിയും സിയും മാത്രം എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തും കൂടെ ചെയ്യണം? എയും കൂടെ എന്ത് ചെയ്യണം? ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, എയും കൂടെ ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നതാണ് എൻടൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ദി ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ബൈ ഹിം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ? പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇതിന് ആർക്ക് റൈറ്റ് ഉണ്ട്? ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആർക്ക് റൈറ്റ് ഉണ്ട്? പാർട്ട്നേഴ്സിന് റൈറ്റ് ഉണ്ട്. ഓരോ പാർട്ട്നേഴ്സിനും റൈറ്റ് ഉണ്ട്. അത് എത്ര പെർസെന്റേജ് ആണെന്നൊക്കെ ഉള്ളത് ഏതിലുണ്ടാവും? പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പാർട്ണർ ഷാൽ ഇൻഡെംനിഫൈ ദ ഫേം ഓർ എനി ലോസ് കോസ്ഡ് ബൈ ഹിസ് വിൽഫുൾ നെഗ്ലക്ട്. അതായത് പാർട്ണർഷിപ്പിന് എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുകയാണ്, എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലോസ് സംഭവിക്കുകയാണ്, അതിന് കാരണം ആരാണെങ്കിൽ, അതിന് കാരണം ഒരു പാർട്ട്ണർ ആണെങ്കിൽ, ഒരു പാർട്ട്ണറിന്റെ വിൽഫുൾ നെഗ്ലക്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു മനഃപൂർവ്വം, അതായത് ആ ഒരു പാർട്ട്ണർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം, ഒരു ആക്ടിന്റെ ബേസ് ചെയ്തിട്ട് ഫേമിൽ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായി, ആ ലോസ് ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് ലയബിൾ ആണ്? ആർക്ക് ലയബിലിറ്റി ഉണ്ട്? പാർട്ട്നേഴ്സിന് ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇത്രയാണ് സെക്ഷൻ 13 പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സെക്ഷൻ 16. അതായത് ഇഫ് എ പാർട്ണർ ഡിറൈവ്സ് എനി പ്രോഫിറ്റ് ഫോർ ഹിംസെൽഫ്. അതായത് ഒരു പാർട്ട്ണർക്ക് പേഴ്സണൽ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ, നോർമലി ഒരു പാർട്ണർഷിപ്പിൽ നിന്ന് പേഴ്സണൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതെന്തല്ല, അതൊരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ ഒരു പാർട്ണർ അങ്ങനെ പേഴ്സണൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം എന്നാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 16 പറയുന്നത്. ഓക്കെ, partner derives any profits for himself from any transactions of the firm. അതായത് ഫേമിന്റെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ നിന്ന്, ഫേം അങ്ങോട്ടും ഇങ്ങോട്ടും ത്രൂ ഉള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിന്, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് ഈ പാർട്ണർ ആർക്ക് തിരിച്ചു കൊടുക്കാൻ? ഫേമിന് തിരിച്ചു കൊടുക്കാൻ ലയബിൾ ആയിരിക്കണം. കാരണം അതെന്താണ്? അത് ഫേമിന്റെ ട്രാൻസാക്ഷനിലൂടെ ഫേമിന് കിട്ടിയ പ്രോഫിറ്റ് ആണ് അല്ലെ? അപ്പൊ അതിന് ഒരിക്കലും പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പാർട്ണർക്ക് അതിന്റെ മേലെ റൈറ്റ് വരുമോ? ഇല്ല. അപ്പൊ അത് ഒരിക്കലും പാർട്ട്ണറിന് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രം ദി യൂസ് ഓഫ് ദി പ്രോപ്പർട്ടി. എന്തിന്റെ പ്രോപ്പർട്ടി? ഫേമിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോപ്പർട്ടി.
പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് എന്തുണ്ടാക്കാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാണ് പേഴ്സണൽ ആയിട്ട്. ഇതെന്താണ്, ഇതൊരു ശരിയായ കാര്യമല്ല. അതായത് ഇവര് ഈ ഫേമിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവരെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് ഫേമിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, കാരണം അത് ഫേമിന്റെ പ്രോപ്പർട്ടി ആണ്, അതുകൊണ്ട് അതിനത് ഫേമിന്റെ പ്രോഫിറ്റ് ആണ് അതിൽ നിന്നുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബിസിനസ് കണക്ഷൻസ് ഓഫ് ദി ഫേം. അതായത് പാർട്ണർഷിപ്പ് ഫേമിന് ഇപ്പൊ ബിസിനസ് കണക്ഷൻസ് ഉണ്ടാവാം, എത്രയോ ബിസിനസ് കണക്ഷൻസ് ഉണ്ടാവാം. അതുവഴി ഒരു പ്രോഫിറ്റ് കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ് ആർക്ക്, പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിന്. ഈ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് പാർട്ട്ണർക്ക് എടുക്കാൻ പറ്റുമോ? പാർട്ട്ണർക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തേ, ബിസിനസ് കണക്ഷൻസ് ഓഫ് ദി ഫേം ആണ്, ഫേമിന് വേണ്ടിയിട്ടാണ് അത് ഫുൾ ഉള്ളത്. അതായത് ആ ബിസിനസ് കണക്ഷൻസ് ഫേമിന്റെ ആണ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഫുൾ ആയിരിക്കുള്ളതാണ്, ഫേമിനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻ ദി ഫേം നെയിം. അതായത് ഫേമിന്റെ പേരിൽ ഇപ്പം ഫേമിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കൊരു 10,000 റുപ്പീസ് കിട്ടാണ്, അത് ആർക്കുള്ളതാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഫേമിനുള്ളതല്ലേ? അത് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാനൊരു പാർട്ട്ണർ ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അത് ഫേമിനുള്ളതാണ്. അപ്പൊ ഈ ഏതെങ്കിലും പറഞ്ഞ ഈ 4 പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു വഴി കിട്ടുന്ന എന്താണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫേമിന് ഈ പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കാൻ ആര് ലയബിൾ ആണ്? പാർട്ട്നേഴ്സ് ആരാണോ ഈ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, ആ പാർട്ട്നേഴ്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ലയബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 25. എന്താണ് സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 25 ഓഫ് 25 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932 എന്താണ് പറഞ്ഞിട്ടുള്ളത്? Every partner is liable for all act of the firm done while he is a partner. അതായത് എല്ലാ പാർട്ട്നേഴ്സും ഒരു പാർട്ണർഷിപ്പിൽ എന്തായിരിക്കുന്ന സമയത്ത്, ഒരു പാർട്ട്ണർ ആയിരിക്കുന്ന സമയത്ത്, while he is a partner, ആ പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണർ ആയിരിക്കുന്ന സമയത്ത് ആ ഫേം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതായത് ആ ഫേം എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടോ, ആ ചെയ്യുന്നതിനൊക്കെ ആരും കൂടെ ലയബിൾ ആവും? പാർട്ട്ണറും കൂടെ ലയബിൾ ആവും. എല്ലാ പാർട്ട്നേഴ്സും ആരൊക്കെയാണോ അപ്പൊ അതിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് അവരൊക്കെ തന്നെ എന്താവും, ഫേമിന്റെ ആക്ടിന് ലയബിൾ ആവും. ഇപ്പൊ നമ്മള് കോർപ്പറേറ്റ് ആക്ട്, കമ്പനീസ് ആക്ടിൽ അങ്ങനെയാണോ? കമ്പനിയും മെമ്പേഴ്സും എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫേം എന്ത് ചെയ്യുന്നു അതിനൊക്കെ പാർട്ട്നേഴ്സ് എന്താവും, ലയബിൾ ആവും. ഓക്കെ, ഇനി സെക്ഷൻ 26 എന്താണ് പറഞ്ഞിട്ടുള്ളത്? Provides that by the wrongful act of a partner acting in the ordinary course of a business, loss or injury is caused to any third party, the firm will liable. അതായത് ഇതുപോലെ തന്നെ നേരെ തിരിച്ച് ഫേം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആര് ലയബിൾ ആവും? പാർട്ട്നേഴ്സ് ലയബിൾ ആവും. ഓക്കെ, ഇതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആരും കൂടെ ലയബിൾ ആവും? നോർമലി ആരും കൂടെ ലയബിൾ ആവണം? ഫേമും കൂടെ ലയബിൾ ആവും. അതായത് ഒരു റോങ്ഫുൾ ആക്ട് ഒരു പാർട്ട്ണർ ചെയ്യുവാണ്. ഓക്കെ, ഒരു ഓർഡിനറി, അതായത് ബിസിനസിന്റെ കോഴ്സ് ആയിരിക്കണം. ബിസിനസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേമിന് വേണ്ടിയിട്ട് ഒരു പാർട്ണർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്. ആ ചെയ്തത് കൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് വരാണ്, ഒരു ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ഇമ്പയർമെന്റ് വരാണ് അല്ലെ. അങ്ങനെ ഇമ്പയർമെന്റ് വരുന്ന സമയത്ത് എന്താവും, ഈ ഫേം ലയബിൾ ആവും തേർഡ് പാർട്ടിക്ക്. കാരണം ഈ പാർട്ണർ എന്താണ്, ബിസിനസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ എന്താവും, ഈ ഫേമും കൂടെ എന്ത് ചെയ്യപ്പെടും, ലയബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൈനർ ആസ് എ പാർട്ണർ. സെക്ഷൻ 13 ഓഫ് പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് മൈനർ ആസ് എ പാർട്ണർ. ഒരു മൈനർക്ക് പാർട്ണർ ആവാൻ പറ്റുമോ? ഒരു മൈനർക്ക് പാർട്ണർ ആവാൻ പറ്റില്ല. സെക്ഷൻ 13 പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം a minor cannot be a partner of a firm. ഓക്കെ, പക്ഷെ എങ്ങനെ ആവാം? എല്ലാ പാർട്ട്നേഴ്സും അഗ്രി ചെയ്യുവാണെങ്കിൽ മാത്രം, എല്ലാ പാർട്ട്നേഴ്സ് ഒരാളെങ്കിലും ഒഴിഞ്ഞു നിൽക്കുവാണെങ്കിൽ അവർക്ക് മൈനറിനെ പാർട്ണർ ആയിട്ട്
എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പാർട്ട്നേഴ്സും വിത്ത് ദി കൺസെന്റ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ് ഹി മേ അഡ്മിറ്റഡ് ടു ദി ബെനിഫിറ്റ്സ് ഓൺലി. ബെനിഫിറ്റ്സ് ഓൺലി അതായത് ഒരു മൈനർ പാർട്ട്ണർ ആയാല് ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിന് മാത്രമായിരിക്കും ആർക്ക് മൈനർക്ക് എന്ത് വരാ റൈറ്റ് വരാ. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കാണ്, അപ്പൊ നമുക്ക് മൈനറിന്റെ പേരിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ മൈനറിന്റെ എന്താണ് മൈനറിനെ പേഴ്സണലി ലയബിൾ ആക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത് അഡ്മിറ്റഡ് ടു ദി ബെനിഫിറ്റ്സ് ഓൺലി. ഓക്കെ, ഇനി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മൈനർ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിനെ എന്ത് ചെയ്തു, മൈനറിനെ അപ്പോയിന്റ് ചെയ്തു, പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്തു. എല്ലാ പാർട്ട്നേഴ്സും സമ്മതിക്കാണ്, എന്നിട്ട് മൈനറിനെ പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന മൈനർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ വരും എന്നതാണ് എവിടെ പറയുന്നത്, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ മൈനറിൽ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്, റൈറ്റ് ടു ഷെയർ പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്. അതായത് ഫേമിന്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലെ, ഫേമിന്റെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ഫേമിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും. ഇതിന് രണ്ടിനും ആർക്ക് റൈറ്റ് ഉണ്ട്, ഒരു മൈനർക്ക് റൈറ്റ് ഉണ്ട്. അതായത് മൈനർ ആസ് എ പാർട്ട്ണർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർക്ക് റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പവർ ടു ആക്സസ് ടു ആൻഡ് ഇൻസ്പെക്ട് എനി ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. അതായത് ഫേമിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അക്കൗണ്ട്സ് റെക്കോർഡ്സ് അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആക്സസ് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനും ആർക്ക് റൈറ്റ് ഉണ്ട്, ഒരു മൈനർ പാർട്ട്ണർക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷെയർ ഓഫ് എ മൈനർ ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ഫോർ ദി ആക്ട് ഓഫ് ദി ഫേം. അതായത് എന്താ പറയുന്നേ, ഇവിടെ എന്താ പറയുന്നേ, ഇതിൽ എന്താണ് പറയുന്നത്, ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മൈനറിന്റെ പാർട്ണർഷിപ്പ് ഫേമിലെ ഷെയർ, അതായത് ഒരു പാർട്ണർക്ക് എന്തായാലും ഒരു പാർട്ണർഷിപ്പിൽ ഒരു ഷെയർ ഉണ്ടാവല്ലോ, ആ ഷെയർ എന്ത് ചെയ്യപ്പെടും, ഫേമിന്റെ ആക്ടിന് ലയബിൾ ആയിരിക്കും. അതായത് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഷെയർ ഓഫ് എ മൈനർ ഇൻ എ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഫേമിന്റെ ആക്ടിന് ലയബിൾ ആയിരിക്കും. അതായത് ഫേം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലയബിലിറ്റി വരുവാണെങ്കിൽ അതിന് ആര് ലയബിൾ ആയിരിക്കും, ഈ എന്താണ് മൈനർ പാർട്ണറിന്റെ ഷെയർ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. അതായത് ആളുടെ ഷെയർ അതിന് ലയബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ എനി സച്ച് ആക്ട്. അതായത് ഒരു മൈനർ പാർട്ണർ എന്തായിരിക്കില്ല, ഒരിക്കലും പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. ഓക്കെ, അതായത് ആളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ ആളുടെ ഒരു പേഴ്സണൽ എന്തെങ്കിലും കാര്യം വെച്ചിട്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ലയബിലിറ്റി ഒരിക്കലും എങ്ങനെ തീർക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണിത് എലക്ഷൻ ഓൺ മെജോറിറ്റി. ഓക്കെ, എന്താണ് എലക്ഷൻ ഓർ മെജോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു എ എന്ന് പറഞ്ഞ ഒരു പാർട്ണർ, ഓക്കെ, എ എന്ന് പറഞ്ഞ ഒരു പാർട്ണർ, ആൾക്ക് ഇപ്പൊ ഒരു 17 വയസ്സാണ്. ഈ 2025 ജനുവരിയില് ആൾക്ക് ഇപ്പൊ ഒരു 17 വയസ്സാണ്. ഓക്കെ, 2025 മെയ് എത്തുമ്പോ അല്ലെങ്കിൽ മെയ് 30 ആവുമ്പോ ആൾക്ക് എന്തായി, ആള് 18 ആയി, അതായത് മേജർ ആയി അല്ലെ, 17 വയസ്സ് കഴിഞ്ഞ് 18 പ്രായപൂർത്തിയാവാണ്. ഓക്കെ, അപ്പൊ ആളെന്താണ്, ആദ്യം ആള് മൈനർ ആയിരുന്നു, ഇപ്പൊ ആള് മേജർ ആയിട്ടുണ്ട്. അപ്പൊ ഇയാള് 17 വയസ്സിൽ എന്തായിരുന്നു, ഇവിടെ ഒരു പാർട്ട്ണർ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 18 വയസ്സിലേക്ക് കടക്കാണ്. അപ്പൊ ഇയാൾ എന്താണ്, മെജോറിറ്റി അറ്റൈൻ ചെയ്യാണ്. അതായത് ഇയാളൊരു ഇനിയിപ്പോ ഇയാൾക്കൊരു മൈനർ പാർട്ട്ണർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, ഇയാളിപ്പോ ഓൾറെഡി മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പാർട്ട്ണർ എന്ത് ചെയ്യണം, ഒരു പബ്ലിക് നോട്ടീസ് അയക്കണം. അതായത് ഇയാള് മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇനി അങ്ങോട്ടേക്ക്
പാർട്ണറായിട്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ ഒരു പാർട്ണറായിട്ട് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു പബ്ലിക് നോട്ടീസ് അയക്കണം. ഓക്കെ, പബ്ലിക് നോട്ടീസ് അയക്കേണ്ട ടൈം ലിമിറ്റ് എപ്പോഴാ? മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന്റെ, അതായത് ഇവിടെയാണെങ്കിൽ മെയ് 31 അല്ലേ പറഞ്ഞേ, മെയ് 31 തൊട്ട് 6 മന്ത്സ് അങ്ങോട്ടേക്ക് എടുക്കാം. ആ 6 മന്ത്സിനുള്ളിൽ ഈ ഒരു പാർട്ണർ, ഈ എ എന്ന് പറയുന്ന ഒരു പാർട്ണർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു പബ്ലിക് നോട്ടീസ് അയച്ചിട്ടുണ്ടാവണം. എന്ത്, ഇയാള് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പാർട്ണർ അങ്ങോട്ടേക്ക് ഇനി പാർട്ണറായിട്ട് തുടരുന്നുണ്ടോ അല്ല പാർട്ണറായിട്ട് തുടരുന്നില്ലയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ്. അത് അയാളുടെ ഓപ്ഷനാണ് അല്ലെ, പാർട്ണറായിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ മാത്രം ഓപ്ഷനാണ്, എ എന്ന് പറയുന്ന ആ ഒരു പാർട്ണറിന്റെ മാത്രം ഓപ്ഷനാണ്. അപ്പൊ ആളൊരു നോട്ടീസ് അയക്കാം, ഒന്നുകിൽ തുടരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തുടരുന്നില്ല ഇവിടെ വെച്ച് നിർത്താണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കാം. ഇനി ഈ മൈനർ നോട്ടീസ് അയക്കാൻ എന്തായി, നോട്ടീസ് അയച്ചിട്ടില്ല, 6 മന്ത്സിനുള്ളിൽ ആ പറഞ്ഞൊരു ടൈം ലിമിറ്റിനുള്ളിൽ നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്, അപ്പൊ എന്താ സംഭവിക്കാം, ഈ ഷാൽ ബിക്കം എ പാർട്ണർ ഇൻ ദി ഫേം അല്ലെ, ഇയാൾ ഇംപ്ലൈഡ് ആയിട്ട് എന്താവും, ഇംപ്ലൈഡ് ആയിട്ട് അവിടെ ഒരു പാർട്ണർ ആയിട്ട് മാറാണ്. അതായത് 6 മന്ത്സിനുള്ളിൽ അയാൾക്ക് എലക്ട് ചെയ്യാമായിരുന്നു പാർട്ണർ ആവണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ 6 മന്ത്സ് കഴിഞ്ഞാൽ എന്താണ്, അതുവരെ അയാൾ എലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ, അയാള് അവിടെ ഒരു പാർട്ണറായി മാറാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്. എന്താണ് പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്, ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഇതിന് എന്ത് വേണം, പാർട്ണർഷിപ്പിന് എന്ത് വേണം, പാർട്ട്നേഴ്സ് വേണം അല്ലെ. പാർട്ട്നേഴ്സ് ഇല്ലാതെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാം ഇല്ല. അപ്പൊ ഫസ്റ്റ് എത്ര പാർട്ട്നേഴ്സ് ആണ്, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് നെയിം ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന് എന്ത് വേണം, ഒരു നെയിം വേണമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു XYZ എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ABC എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ്, അങ്ങനെ ഒരു പേര് വേണം എന്റെ പാർട്ണർഷിപ്പിന്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഇതിനൊരു നെയിം കണ്ടെടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ബിസിനസ് ആൻഡ് ഒബ്ജക്റ്റ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും പോയിട്ട് എന്നാ പിന്നെ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും, ഇല്ലാലോ. അപ്പൊ പാർട്ണർഷിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു എന്താ പറയണ്ട ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡിസൈഡ് ക്യാപിറ്റൽ ടു ബി ബ്രോട്ട് ഇൻ ബൈ എവരി പാർട്ണർ, അതായത് ഓരോരോ പാർട്ണറും കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, എത്ര ക്യാപിറ്റൽ ബ്രിങ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് പ്രിപ്പയർ ദി എഗ്രിമെന്റ് ഡീഡ്. ഒരു പാർട്ണർഷിപ്പിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താ, എഗ്രിമെന്റ് ഡീഡ് അല്ലെ. അതിന്റെ ബേസിലായിരിക്കും എന്ത് ആ പാർട്ണർഷിപ്പ് റൺ ചെയ്യുന്നത്. ആ അഗ്രിമെന്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ, ആ പോയിന്റ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒരു പാർട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ണർഷിപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഡീഡ് ഇല്ലാതെ ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് റൺ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഓൾ പാർട്ട്നേഴ്സ് ആർ സൈൻഡ്, അതായത് ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്യണം. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും എന്തായിരിക്കണം, എല്ലാ പാർട്ട്നേഴ്സിനും ഓക്കെ ആയിരിക്കണം ഈ പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ പേരിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്തായിരിക്കണം, ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ AB എന്ന് പറയുന്ന പാർട്ണർ ഉണ്ടെങ്കിൽ Aന്റെയും Bന്റെയും ബാങ്ക് അക്കൗണ്ട് വഴി ആയിരിക്കരുത് എന്ത് പാർട്ണർഷിപ്പിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ആരുടെ ഇതിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ, പാർട്ണർഷിപ്പ് ഫേമിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതുവഴി മാത്രമേ ഡീലിങ്സ് നടക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് ആണ് ഒബ്റ്റൈനിങ് പാൻ, അതായത് പാർട്ണർഷിപ്പിന്റെ പേരിൽ ഒരു പാൻ റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാൻ ഒബ്റ്റൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്വയർ ഓൾ മാൻഡേറ്ററി ലൈസൻസസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്വയർ ഓൾ മാൻഡേറ്ററി ലൈസൻസസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ ചില ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ അതിന് സെപ്പറേറ്റ് ലൈസൻസ് വേണ്ടി വരും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഈ രാസവസ്തുക്കളുടെ ഫാക്ടറി ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അതിന് ഗവൺമെന്റിന് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള ലൈസൻസ് എന്തെങ്കിലും
നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാൻഡേറ്ററി ആണെങ്കിൽ അതും എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ് റൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം അക്വയർ ചെയ്തൊക്കെ. ഓക്കെ, ഇത്രയാണ് പ്രൊസീജിയർ ടു ഫോം എ പാർട്ട്ണർഷിപ്പ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം ആണ്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? എന്ന് പറയുന്നത്? ഇനി ചേഞ്ച് ഇൻ ദി റിലേഷൻഷിപ്പ് എമൗണ്ട്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണ്, അതിനെ പറയുന്നതാണ് എന്ത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അത് ചേഞ്ച് ആയിട്ട് എന്ത് വരികയാണ്, പുതുതായിട്ടൊന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ, അതിനെ പറയുന്നതാണ് എന്ത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇനി റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക എപ്പോഴൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് എന്ത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് കാരണം? ഈ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും? ഫസ്റ്റ് തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡില് ഇന്ന രീതിക്കാണ്. ഇപ്പൊ പാർട്ണർ ഉണ്ടെങ്കിൽ ഇപ്പൊ എ ഒരു 5% അല്ലെങ്കിൽ എ ഒരു 5, C2 ഈ രീതിയിലാണ് എന്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരികയാണ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതില് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തീരുമാനിച്ചതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണ്. ഓക്കെ, ഇതെന്തിനു കാരണമാവും? പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇത് കാരണമാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഡ്മിഷൻ. എന്താണ് അഡ്മിഷൻ എന്ന് വെച്ചാൽ പുതിയൊരാൾ വരുന്നത് അല്ലെ. ഇപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട്. അവര് പാർട്ട്ണർഷിപ്പ് റൺ ചെയ്യാണ്. ഇനി 2025 ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ 1 ആവുമ്പോ ആരും കൂടെ വരികയാണ്, പി എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണറും കൂടെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് വരികയാണ്. ഇതെന്താണ് ഈ പി എന്ന് പറഞ്ഞ പുതിയ ഒരാള് അഡ്മിഷൻ എടുത്തു. അപ്പൊ എന്താണ് ഈ ഫേം, അതായത് മുന്നേ ഉണ്ടായ ഫേം എന്ന് വെച്ചാൽ എക്സ് വൈ സെഡ് തമ്മിൽ പാർട്ട്നേഴ്സ് ആയ ഫേം, അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് എന്ത് വരികയാണ്? എക്സ് വൈ ഇസെഡ് ആൻഡ് പി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പാർട്ട്ണർഷിപ്പ് അവിടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവാണ് അല്ലെ. ഇവര് മൂന്നാളും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഇവര് നാലാളും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരികയാണ് അല്ലെ. അപ്പൊ അഡ്മിഷൻ എന്താണ്? റീസൺ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് ആണ് റിട്ടയർമെന്റ്. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ വരികയാണ്, അതാണ് അഡ്മിഷനിൽ പറഞ്ഞത്. റിട്ടയർമെന്റ് എന്താണ്? ഉണ്ടായ ഒരാൾ പോവുകയാണ്, അതിനാണ് എന്ത് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതായത് എയും ബിയും സിയും ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്ന് വിചാരിക്കാം. അപ്പൊ സി പറയാണ്, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്, വേറൊരു ജോലി നോക്കി പോവാണെന്നൊക്കെ പറഞ്ഞ സി ഇറങ്ങി പോവാണെങ്കിൽ ഇനി അവിടെ ആരായിരിക്കും പാർട്ട്നേഴ്സ്? എയും ബിയും മാത്രമായിരിക്കും പാർട്ട്നേഴ്സ്. അപ്പൊ സി ഉണ്ടോ? ഇനിയാണോ? സി ഇല്ല. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ആയി ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതും റീകോൺസ്റ്റിറ്റ്യൂഷന്റെ റീസൺ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഡെത്ത് റിട്ടയർമെന്റും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. അതായത് ഉണ്ടായ ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരിച്ചു പോവാണെങ്കിൽ ഇപ്പം എക്സ് വൈ ഇസെഡ് ഉണ്ട്, ഇസെഡ് മരിച്ചു പോവാണ്. അപ്പൊ ഇനി ആരായിരിക്കും പാർട്ട്നേഴ്സ്? എക്സും വൈയും മാത്രമായിരിക്കും. ഇത് ഒരു റീസൺ ഫോർ എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് മൂന്നാൾക്കാർ എക്സും വൈയും ഇസെഡും ഉണ്ടായ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ചേഞ്ച് ആയിട്ട് എന്താണ്? എക്സും വൈയും മാത്രം പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു ഫേം ആയിട്ട് മാറാണ് അല്ലെ. അപ്പൊ എന്താണ്? അതും ഒരു റീസൺ ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് ആണ് അമാൽഗമേഷൻ. എന്താണ് അമാൽഗമേഷൻ? ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഒരു പി ക്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഈ രണ്ട് പാർട്ട്ണർഷിപ്പും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അമാൽഗമേറ്റ് ചെയ്യപ്പെട്ട് എ ബി സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഫേം വരികയാണ്. ഓക്കെ, എ ബി സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണർഷിപ്പ് വരികയാണ്. അപ്പൊ ഇതുണ്ടോ? ഇനി ഇല്ലല്ലോ. ഇത് രണ്ടും എന്തായി? ഇത് രണ്ടും പോയി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് എ ബി സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണർഷിപ്പ് വരികയാണ് അല്ലെ. അപ്പൊ അമാൽഗമേഷൻ എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, നോൺ രജിസ്ട്രേഷൻ. എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ. ഒരു പാർട്ട്ണർഷിപ്പ്
പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കുന്നത് മാൻഡേറ്ററി ആണ്. പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കാം, എടുക്കണ്ട, അത് അറ്റ് ദി ഓപ്ഷൻ ഓഫ് പാർട്ട്നേഴ്സ് ആണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആണ്. പാർട്ണർഷിപ്പിന്റെ ഓപ്ഷൻ പ്രകാരം ഒന്നിക്കൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കണം, ഒരിക്കലും മാൻഡേറ്ററി അല്ല. ഓക്കെ, ഇനി എന്താണ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കനോട്ട് സ്യൂ അഗെയിൻസ്റ്റ് എനി വൺ ആസ് എ പാർട്ണർ ഇൻ എ ഫേം. അതായത് ഒരു പാർട്ണർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണ്, ഒരു ഫേം കാരണോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കാരണോ എന്താണ് പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർക്ക് എന്ത് വരികയാണ്, ഒരു ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. നാളെ തന്നെ ഈ പാർട്ണർക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പോയിട്ട് ഒരു സ്യൂട്ട് റേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. രജിസ്ട്രേഷൻ എടുക്കുന്നത് മാൻഡേറ്ററി അല്ല. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ണർക്ക് സ്യൂട്ട് റേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കനോട്ട് സ്യൂ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. അതായത് ഫേമിന് തേർഡ് പാർട്ടി മൂലം ഫേമിന് എന്തെങ്കിലും ഒരു ലോസ് വരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണ്. അപ്പൊ ഈ ഫേമിന് നാളെ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? കോർട്ടിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഒരു തേർഡ് പാർട്ടി കാരണം എനിക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഫേമിന് ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല പാർട്ണർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് വരുന്നത്, എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ വരുന്നത്. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്? ഡിസൊല്യൂഷൻ മീൻസ് എന്താണ്? പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാണ് എൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിസല്യൂട്ട് ആയി പോവാണ്. അതിനെ പറയുന്നതാണ് എന്ത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ്, അവിടെ വെച്ച് നിൽക്കുകയാണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്ത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇനി എങ്ങനെയൊക്കെ ഒരു ഫേം ഡിസൊല്യൂഷൻ ആവാം? ഏതൊക്കെ രീതിയിൽ ഒരു ഫേം ഡിസൊല്യൂഷൻ ചെയ്തു പോവാം? ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഒന്ന് ടു ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് വോളണ്ടറി ഡിസൊല്യൂഷൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഓക്കെ, വോളണ്ടറി ഡിസൊല്യൂഷൻ എന്തായിരിക്കും? പാർട്ണർഷിപ്പ് ഫേം തന്നെ അല്ലെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്ത് എന്ത് ഡിസൊല്യൂഷനിലേക്ക് എത്തുന്നതായിരിക്കും എന്ത്, വോളണ്ടറി ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതില് വോളണ്ടറി ഡിസൊല്യൂഷനിൽ കുറച്ച് പോയിന്റ് പറയും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്. എന്താണ് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്? അതായത് എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് വെച്ചിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി അവിടെ അവര് എന്ത് ചെയ്യാണ്, ഡിസോൾവ് ചെയ്യാണ്. അതായത് എല്ലാ പാർട്ട്നേഴ്സും പറയാണ് ഓക്കെ നമുക്ക് നിർത്താം, പാർട്ണർഷിപ്പ് നിർത്താം, പോവാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിനെ പറയുന്നതാണ് എന്ത്, ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്. സെക്ഷൻ 14 ആണ് എന്ത് പറയുന്നത്, ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് എന്ത്, കമ്പൽസറി ഡിസൊല്യൂഷൻ. ഓക്കെ, കമ്പൽസറി ഡിസൊല്യൂഷൻ മീൻസ്, കമ്പൽസറി എന്ന് വെച്ചാൽ എന്താ? കമ്പൽസറി മീൻസ് എന്തായാലും എങ്ങനെയായാലും അത് ഡിസൊല്യൂഷൻ ആവണം, ഡിസൊല്യൂഷൻ ആയേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, കമ്പൽസറി ഡിസൊല്യൂഷൻ. ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? കമ്പൽസറി ഡിസൊല്യൂഷൻ വരേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഫസ്റ്റ് വൺ ആണ് അഡ്ജുഡിക്കേഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആസ് ഇൻസോൾവെന്റ്. ഓക്കെ, അഡ്ജുഡിക്കേഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആസ് ഇൻസോൾവെന്റ്. ഒരു ഇൻസോൾവെന്റിന് പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണർ ആവാൻ പറ്റുമോ? ഇല്ല. ഒരു ഇൻസോൾവെന്റ് ആയ ഒരു വ്യക്തിക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ എന്താവാൻ പറ്റില്ല, പാർട്ണർ ആവാൻ പറ്റില്ല. അപ്പോ ഒരു സിറ്റുവേഷനിൽ കോർട്ട് എല്ലാവരും ഇൻസോൾവെന്റ് ആയിട്ട് അഡ്ജഡ്ജ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോ പിന്നെ അവിടെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസോൾവെന്റ് അല്ലാത്ത പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലാതെ ഇൻസോൾവെന്റ് അല്ലാത്ത ആരും പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒരു പാർട്ണർഷിപ്പ് ഫേം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ്, അതാണ് ഫസ്റ്റ് വൺ, കമ്പൽസറി ഡിസൊല്യൂഷൻ. അവിടെ പിന്നെ കമ്പൽസറി ഡിസൊല്യൂഷൻ ചെയ്തേ പറ്റും, കാരണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവിടെ ആൾക്കാരില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഹാപ്പനിങ് ഓഫ് എനി ഇവന്റ് വിച്ച് മേക്സ് അൺലോഫുൾ ഫോർ ദി ബിസിനസ് ഓഫ് ദി ഫേം. അതായത് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അവർ ലോഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കാം അവരെന്ത് ചെയ്യുന്നത്
പാർട്ണർഷിപ്പ് തുടങ്ങുന്നത്. ഓക്കെ, പക്ഷെ പക്ഷെ അവിടെ എന്ത് സംഭവിക്കാണ്? ഒരു അൺലോഫുൾ ഇവന്റ് സംഭവിക്കാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ അത് ലോഫുൾ തന്നെയാണ്, പക്ഷെ അവര് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ടൈമില് അവിടെ എന്ത് സംഭവിക്കാണ്? ഒരു അൺലോഫുൾ ആയ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കാണ്. പിന്നെ അങ്ങോട്ടേക്ക് ആ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തല്ല, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂല. അത് കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യും ആ പാർട്ണർഷിപ്പ് ഫേം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു ഒരു ഫേം, ഒരു ABC എന്ന് പറയുന്ന ഒരു ഫേം, ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം പുകയില ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സിഗരറ്റ്, ഇപ്പം എന്താണ്, സിഗരറ്റ് ഇപ്പം ലീഗലാണ് അല്ലെ, ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നത് ലീഗലാണ്. ഇപ്പൊ നാളെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഗവൺമെന്റ് പറയാണ് ഇനി മുതൽ ഇവിടെ സിഗരറ്റ് സെയിൽ ചെയ്യാൻ പാടില്ല, അത് ലീഗൽ അല്ല എന്ന് പറയാണ് അല്ലെ. അപ്പൊ എന്താണ് സിഗരറ്റ് സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്, പറയാണ്. അപ്പൊ ഇനി തൊട്ട് അങ്ങോട്ടേക്ക് 6 മാസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിഗരറ്റ് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റുമോ? സിഗരറ്റ് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? അത് ഈ ഒരു പോയിന്റിന് എക്സാമ്പിൾ ആണ്. അതായത് പിന്നീട് അങ്ങോട്ട് സിഗരറ്റ് വെക്കുന്നത് എന്താണ്? അൺലോഫുൾ ആണ്, അതായത് നിയമം അനുശാസിക്കുന്നതിനെതിരാണ്. ഓക്കെ, നിയമം പറയുന്നത് അങ്ങനെ സിഗരറ്റ് വിൽക്കുക എന്ന് പറയാണ്. സിഗരറ്റ് എന്താണ്? അൺലോഫുൾ ആണ് അല്ലെ. ആണെന്ത്? കമ്പൽസറി ഡിസൊല്യൂഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൊല്യൂഷൻ ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഇത് സംഭവിക്കുകയാണ്, അതായത് എന്തെങ്കിലും ഒരു കണ്ടിൻജൻസി വരികയാണ്, എന്തെങ്കിലും ഒരു ഇത് വരികയാണ്. എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു ബിസിനസിന്റെ ടേം തന്നെ എടുക്കാം. ഓക്കെ, ദ എക്സ്പയറി ഓഫ് ടേം, ബിസിനസ് ഒരു 6 മന്ത്സിലേക്കൊക്കെയാണ് പാർട്ണർഷിപ്പ് എൻറ്റർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ആ 6 മന്ത്സ് എന്നുള്ള ടേം എന്ത് ചെയ്യാണ്? എക്സ്പയർ ആയി പോവാണ്. പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങോട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡില് അല്ലെങ്കിൽ അഗ്രിമെന്റ് ഡീഡില് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിന്റെ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ടൈമിന്റെ അപ്പുറത്തേക്ക് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആ ടൈം എക്സ്പയർ ആവുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സർട്ടൻ കണ്ടിൻജൻസീസ് ഹാപ്പൻ ആവുന്നതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്? കംപ്ലീഷൻ ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണോ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ആ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാണ്? ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ ഫേം എന്താണ്? ഡിസോൾവ് ആയി പോവാണല്ലേ. പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ഫേം അതിന്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്ത ശേഷം ആ ഒരു ഫേം തുടർന്ന് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതും ഒരു ടൈപ്പ് ഓഫ് എന്താണ്? ഡിസൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഓക്കെ, എന്ന് വെച്ചാൽ ഡിസോൾവ് ബൈ എനി പാർട്ണർ ബൈ ഗിവിംഗ് നോട്ടീസ് ടു ഓൾ അതർ പാർട്ണർ. അതായത് എന്താണ്? പാർട്ണർഷിപ്പ് ഇനി മുന്നോട്ടേക്ക് തുടർന്ന് പോവണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഒരു നോട്ടീസ് അയക്കാണ്. ഓക്കെ, നോട്ടീസ് അയക്കാണ്. പാർട്ണർഷിപ്പ് ആക്ട് വില്ല എന്താ? പാർട്ണർഷിപ്പ് ആക്ട് വില്ലിന് എന്തെങ്കിലും ടൈം ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. ഓക്കെ, അപ്പോ പാർട്ണർഷിപ്പ് ആക്ട് വില്ല് എങ്ങനെയാണ് ഡിസോൾവ് ആവുക? ബൈ സെൻഡിങ് നോട്ടീസ്. അതായത് ഒരു നോട്ടീസ് അയക്കാണ്, ഒരു പാർട്ണർ വന്നിട്ട് നോട്ടീസ് അയക്കാണ്, ഓക്കെ ഇത് നിർത്താം, പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കാണ്. ഇതും എന്താണ്? ഒരു മോഡ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. അപ്പൊ നമ്മൾ ഇത്രയും സമയം നോക്കിയത് എന്തായിരുന്നു? വളണ്ടറി ഡിസൊല്യൂഷൻ ആയിരുന്നു. അതായത് ഫേം അല്ലെങ്കിൽ പാർട്ണർ വളണ്ടറി ഡിസൊല്യൂഷൻ ചെയ്യുന്നതായിരുന്നു ഇത്രയും നേരം നോക്കിയത്. ഇനി ഇപ്പൊ ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണ്. അതായത് കോർട്ട് പറയാണ് ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല, ഇത് ഇവിടെ വെച്ച് നിർത്തണം എന്ന് കോർട്ട് പറയാണ്. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസ് ആണ് ഇത് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാർട്ട്ണർ ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പാർട്ട്ണർ ആവാൻ പറ്റുമോ? ഇല്ല. നോർമൽ പേഴ്സൺസിന് മാത്രമേ ഒരു പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ പാർട്ണർ അൺസൗണ്ട് മൈൻഡ് ആവാണ്. ഓക്കെ, പാർട്ണർഷിപ്പിൽ എൻട്രി ചെയ്യുന്ന ടൈമിൽ ഓക്കെ അയാള് എന്തായിരുന്നു, ആ പാർട്ണർ എന്തായിരുന്നു, നോർമൽ ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ അൺസൗണ്ട് മൈൻഡ് വരികയാണ്. ഓക്കെ, മനുഷ്യന്മാരുടെ കാര്യമാണല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അൺസൗണ്ട് മൈൻഡ് ആവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, കോർട്ട് എന്ത് ചെയ്യും? കോർട്ട് വന്നിട്ട് എന്താ, ഫേമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോർട്ട് എന്ത് ചെയ്യും? ഡിസൊല്യൂഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പൊ അത് ഡിസോൾവ് ആയി പോകും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നെക്സ്റ്റ് വരുന്നതാണ് ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം പെർമനന്റ്ലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. അതായത് ഒരു പാർട്ണർ എന്താവപ്പെടുകയാണ്? പെർമനന്റ്ലി ഇൻകാപ്പബിൾ ആയി പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. അതായത് ഒരു പാർട്ണർഷിപ്പിൽ പാർട്ണർ ആയിരിക്കുമ്പോൾ അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. വെറുതെ ഒരാൾ പോയി അവിടെ ഇരുന്നതിനെ കൊണ്ട് പാടുണ്ടാവോ? ഇല്ല. അപ്പൊ പാർട്ണർ ആയിരിക്കുമ്പോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് ഈ ഒരു പാർട്ണർ എന്ത് ചെയ്യപ്പെടാണ്? ഇൻകേപ്പബിൾ ആവാണ്. അതായത് ഇനി അയാൾക്ക് ആ ഒരു ഡ്യൂട്ടീസ് പെർഫോം ചെയ്ത് തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് എന്താണ്? അങ്ങനെയുള്ള സമയത്ത് കോർട്ട് എന്ത് ചെയ്യും? കോർട്ട് പറയും ഇനി ഈ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ ഈ പാർട്ണർഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട, അവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതും ഒരു എന്താണ്? അതും ഒരു റീസൺ ഫോർ ഡിസൊല്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഇഫ് എ പാർട്ണർ വിൽഫുള്ളി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് അഗ്രിമെന്റ്. അതായത് ഒരു പാർട്ണർ എന്ത് ചെയ്യാണ്? അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്യാണ്. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പാർട്ണർഷിപ്പ് തുടങ്ങുന്നത് അഗ്രിമെന്റ് വെച്ചിട്ടായിരിക്കും. ഒരു അഗ്രിമെന്റിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അത് പ്രകാരമായിരിക്കും ഒരു ബിസിനസ് റൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു പാർട്ണർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വിൽഫുള്ളി ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബൈ മിസ്റ്റേക്ക് ഒരു മനുഷ്യന് എന്ത് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ഈ കേസ് എന്താണ് പറയുന്നത്? വിൽഫുള്ളി ഒരു ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, അയാൾ അറിഞ്ഞുകൊണ്ട് ഒരു നെഗ്ലക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും എന്തിന് കാരണമാണ്? അതും ഡിസൊല്യൂഷന്റെ ഒരു റീസൺ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. അതായത് സെക്ഷൻ 45 പറഞ്ഞിട്ടുള്ളത് ഡിസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആരുടെ? പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലയബിലിറ്റി ഓഫ് എ പാർട്ണർ വിൽ കണ്ടിന്യൂ ഫോർ ദി ആക്ട് ഡൺ ബിഫോർ ദി ഡിസൊല്യൂഷൻ ഈവൻ ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ അൺടിൽ പബ്ലിക് നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ ഇസ് ഗിവൺ. അതായത് ഇപ്പൊ പാർട്ണർ എന്ത് ചെയ്യപ്പെടാണ്? പാർട്ണർ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ ആയി പോവാണ്. ഓക്കെ, ഡിസൊല്യൂഷൻ ആയി പോവാണ്. എന്നിട്ട് പക്ഷെ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. നോട്ടീസ് ഓഫ് ഒരു ഫേം ഡിസൊല്യൂഷൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് ഫേമിന് എന്ത് കൊടുക്കണം? ഈ പാർട്ണർഷിപ്പ് ഫേം എവിടെയാ രജിസ്റ്റർ ചെയ്യണ്ടേ? പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാ രജിസ്ട്രാർ ഓഫ് ഫേമിലാണ്. ഓക്കെ, അപ്പൊ ഈ രജിസ്ട്രാർ ഓഫ് ഫേമിന് എന്ത് കൊടുക്കണം? ഒരു ഡിസോൾവ് ആവുന്ന സമയത്ത് നോട്ടീസ് കൊടുക്കണം. നമ്മൾ ഇന്നതുപോലെ ഇന്ന ഡേറ്റിന് ഡിസോൾവ് ആവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് നോട്ടീസ് ആര് ഷെയർ ചെയ്യണം? ഫേം രജിസ്ട്രാർ ഓഫ് ഫേമിന് ഷെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ രജിസ്ട്രാർ ഓഫ് ഫേമിന് ഷെയർ ചെയ്യാത്ത പക്ഷം ലയബിലിറ്റി ഓഫ് എ പാർട്ണർ വിൽ കണ്ടിന്യൂ ഫോർ ദി ആക്ട് ഡൺ ബിഫോർ ദി ഡിസൊല്യൂഷൻ ഈവൻ ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷന് ശേഷവും എന്താവും? ഡിസൊല്യൂഷൻ ആവുന്നതിന് മുന്നേ ചെയ്ത എല്ലാ ആക്ടിനും ഡിസൊല്യൂഷന് ശേഷവും ലയബിലിറ്റി വരും ഫേമിന്. ഓക്കെ, ഫേമിന് അതുപോലെ തന്നെ പാർട്ണേഴ്സിന് വരും. ഫേമിന് ലയബിലിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആർക്കും വരും? പാർട്ണേഴ്സിനും ആ ഒരു ലയബിലിറ്റി വരും. ഓക്കെ, ഇനി ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആവാത്ത രണ്ടാൾക്കാരാണ് ആര്? ഒന്ന് ഡിസീസ്ഡ് പാർട്ണർ, നെക്സ്റ്റ് വണ് പാർട്ണർ അഡ്ജഡ്ജഡ് ആസ് ഇൻസോൾവെന്റ്. അതായത് ഇവര് രണ്ടാളും, ഈ പറഞ്ഞ രണ്ടാളും നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിലും എന്താവില്ല? ഇതിന് ശേഷമുള്ള, അതായത് ഡിസൊല്യൂഷന് ശേഷമുള്ള കാര്യങ്ങൾക്ക് ലയബിൾ ആവില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മരിച്ച ഒരാൾക്ക് പോയിട്ട് നോട്ടീസ് അയക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതെന്താണ്? അതൊരിക്കലും നടക്കാത്തൊരു കാര്യമല്ലേ. അപ്പൊ ഈ ഒരു ഡിസീസ്ഡ് പേഴ്സണും ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും എന്താണ്? നോട്ടീസ് അയക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ സെക്ഷൻ 45 നിന്നും എന്താണ്? എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാർട്ണർഷിപ്പ് ആക്ട് വരുന്നത്.